കടലാക്രമണം രൂക്ഷമായതോടെ മധ്യകേരളത്തിൽ പലയിടത്തും വീടുകളിൽ വെള്ളം കയറി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കോതമംഗലം വാരപ്പെട്ടിയിൽ മരം വീണ് വീട് തകർന്നു. കനത്ത മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. കടലാക്രമണം രൂക്ഷമായ കണ്ണമാലിയിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങി. കടൽഭിത്തി സ്ഥാപിക്കണമെന്ന ആവശ്യം നടപ്പാക്കാത്തതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കോതമംഗലം വാരപ്പെട്ടി പിടവൂരിൽ മരം വീണ വീട് തകർന്നു. മംഗലത്ത് ഷമീറിന്റെ വീടാണ് തകർന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നതിനാൽ അപകടമുണ്ടായില്ല. റേഷൻകടപ്പടിയിലാണ്, വാരപ്പെട്ടി പഞ്ചായത്ത് പിടവൂർക്കരയിൽ റേഷൻകടപ്പടിക്ക് സമീപമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ വീട് പൂർണ്ണമായി തകർന്ന രീതിയിലാണ്. ഇടുക്കി പൂപ്പാറ മൂലത്തറയിൽ മരം വീണ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. മാങ്കുളം കുവൈറ്റ് സിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുന്നിലും കാറിന് മുകളിലും മരവും വൈദ്യുതി ലൈനുകളും വീണു. തലനാരിഴക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. പീരുമേട്ടിലും വാഗമണ്ണിലും വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ശക്തമായ കാറ്റിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർകുട്ടി, പാമ്പ്ളെ, മലങ്കര, ഭൂതത്താൻകെട്ട് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. മുതിരപ്പുഴ, പെരിയാർ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണമുണ്ട്. കൊച്ചി ബ്യൂറോക്കൊപ്പം മീഡിയ 1 ഇടുക്കി.